കൂറുമാറ്റം, പണക്കിഴി വിവാദം, കസേരയ്ക്കായുള്ള പിടിവലി തുടങ്ങി ഒരുപാട് വാർത്തകളാൽ ഇടം പിടിച്ച നഗരസഭയാണ് തൃക്കാക്കര. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭയായിട്ടും മാലിന്യ പ്രശ്നവും വികസന മുരടിപ്പുമാണ് ഇന്നും ഇവിടുത്തെ തർക്ക വിഷയം. സീറ്റ് നില ഇഞ്ചോടിഞ്ചായതിനാൽ തന്നെ ഇത്തവണയും തൃക്കാക്കരയിൽ പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രണ്ടായിരത്തി പഞ്ചായത്തായിരുന്ന തൃക്കാക്കരയെ നഗരസഭയായി ഉയർത്തിയത്. അന്നു മുതൽ LDFും UDFും ഇവിടെ മാറി മാറി ഭരിക്കുന്നു. എടത്തല, വടവുകോട്, പുത്തൻകുരിശ്, കുന്നത്തുനാട്, കിഴക്കമ്പലം പഞ്ചായത്തുകളുമായും കളമശ്ശേരി, തൃപ്പൂണിത്തുറ നഗരസഭകളും കൊച്ചി കോർപ്പറേഷനുമായും തൃക്കാക്കര അതിർത്തി പങ്കിടുന്നു. ആകെ 43 സീറ്റ്. ഇതിൽ UDF 21, LDF 17, സ്വതന്ത്രർ 5, ലീഗിന് 5ഉം CPIക്ക് 2 സീറ്റുകളാണുള്ളത്. 5 സ്വതന്ത്രരിൽ 4 പേർ UDFിനെയും ഒരാൾ LDFിനെയും പിന്തുണയ്ക്കുന്നു. I ഗ്രൂപ്പിനും A ഗ്രൂപ്പിനും ടേം വ്യവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലമായി തൃക്കാക്കര നഗരസഭയിലെ ഭരണം. ആദ്യ 2 വർഷം അജിത തങ്കപ്പനായിരുന്നു ചെയർപേഴ്സൺ. നിലവിൽ രാധാമണി പിള്ളയാണ് നഗരസഭാ ചെയർപേഴ്സൺ. കഴിഞ്ഞ 10 വർഷമായി വനിതകൾ ഭരിക്കുന്ന നഗരസഭ കൂടിയാണ് തൃക്കാക്കര. ഏറെ വിവാദങ്ങളിലകപ്പെട്ട 5 വർഷമാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയത്. ആദ്യ ടൈമിൽ ചെയർപേഴ്സണായിരുന്ന അജിത തങ്കപ്പൻ പണക്കിഴി വിവാദത്തിൽ കുടുങ്ങി വിജിലൻസ് കേസിൽ പ്രതിയായി. എല്ലാ കൗൺസിലർമാർക്കും 10,000 രൂപ ഓണസമ്മാനമായി നൽകിയാണ് അന്നത്തെ ചെയർപേഴ്സൺ വിവാദത്തിലായത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി സർക്കാരിന് നഷ്ടം വരുത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 2.5 വർഷത്തിനു ശേഷം രാധാമണി പിള്ളയ്ക്ക് സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാത്തതിലും അജിത തങ്കപ്പൻ വിവാദത്തിലായി. പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടാണ് A ഗ്രൂപ്പിന് ചെയർപേഴ്സൺ സ്ഥാനം കൈമാറിയത്. ഗ്രൂപ്പ് പോരിനേക്കാൾ ഗൗരവമുള്ളതാണ് നഗരസഭയിലെ മാലിന്യ പ്രശ്നം. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭയായിട്ടും സ്വകാര്യ കമ്പനിയാണ് ഇപ്പോഴും മാലിന്യം നീക്കുന്നത്. ഈ വകയിൽ ഒരു വർഷം 1 കോടിക്ക് മുകളിലാണ് നഗരസഭയുടെ ചെലവ്. സർക്കാർ 50 സെന്റ് ഭൂമി അനുവദിച്ചിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു അനക്കവുമില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. വിജിലൻസ് കേസ് നിലനിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഓഡിറ്റുകാർ കണ്ടുപിടിച്ചത് 7.5 കോടി രൂപ കാണാനില്ല. പക്ഷേ ചെക്കുകൾ ഇവിടെ വന്ന് ആളുകൾ കൊടുക്കുന്ന ചെക്കുകൾ ടാക്സ് അടവിൻ്റെ ആളുകൾ ചെക്കെല്ലാം ഇവിടെ കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല. അതും ഓഡിറ്റുകാർ കണ്ടുപിടിച്ചതാണ്. അത് ഇതേവരെയും ക്ലിയറാക്കാൻ മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ഭരണസമിതിക്കോ അത് കഴിഞ്ഞിട്ടില്ല. നിർമ്മാണം പൂർത്തിയായ പൊതുമാർക്കറ്റ് തുറന്നിട്ടില്ല. ബസ് സ്റ്റാൻഡ് നവീകരണവും ഒന്നുമായില്ല. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഓരോ വാർഡിലും ചൂണ്ടിക്കാണിക്കാവുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരോപണങ്ങളെ പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ്. 130 ക്യാമറകൾ സ്ഥാപിക്കാൻ നമ്മൾ ഒരു 3-4 വാർഡിലായിട്ടുണ്ട്, സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ 78 ലക്ഷം രൂപ മുടക്കി ക്യാമറകൾ വെക്കുകയാണ്. എല്ലാ വാർഡിലും ഒരു വാർഡിൽ 3 ക്യാമറ വെച്ച് വെക്കുകയാണ്. പിന്നെ റോഡ്, ലൈറ്റ്, അതൊക്കെ വികസന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം ജില്ലയിൽ പോലും വേറൊരു സ്ഥലത്തും കാണാത്ത അത്ര ലൈറ്റുകൾ, മിനി മാസ്റ്ററും ഹൈ മാസ്റ്ററും എല്ലാ ലൈറ്റുകളും നമ്മൾ തൃക്കാക്കര രാത്രി പകലും ഒരേപോലെയാണ്. അതേപോലെ വെളിച്ചം ഉണ്ട്. കഴിഞ്ഞ തവണ 1 സീറ്റിന്റെ ബലത്തിലായിരുന്നു LDF ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. കോൺഗ്രസ് കൗൺസിലറെ LDF കൂറുമാറ്റിയതും ചെയർപേഴ്സണെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതും ചൂണ്ടിക്കാണിച്ചാണ് ഭരണപക്ഷം വിവാദങ്ങളെ നേരിടുന്നത്. വാർഡ് വിഭജനം ഉൾപ്പെടെ വന്നതോടെ നഗരസഭയിലെ വിജയപരാജയം പ്രവചനാതീതമാണ്. വിവാദങ്ങൾ വിട്ടൊഴിയാത്തിടമാണ് തൃക്കാക്കര. അത് ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും ഒരുപോലെ തന്നെയാണ്. ഒപ്പം വിമതന്മാർ ഭരണം നിയന്ത്രിക്കുന്നു എന്ന പ്രത്യേകതയും തൃക്കാക്കരയ്ക്കുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിലും തൃക്കാക്കരയിൽ നിരവധി വിമതന്മാരുണ്ടാകും. അവർ കളം നിറയുക തന്നെ ചെയ്യും. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.